ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളൊരു സെലിബ്രിറ്റിനും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു സീരിയൽ ആക്ട്രസിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും, അതും കൂടി കണ്ടിട്ടായിരിക്കണം നിങ്ങൾ കയറി നോക്കിയത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇപ്പോൾ പോയിട്ടുള്ളത് പടന്നയിൽ ക്യാബ് സ്പോട്ടിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ഇപ്പോൾ മഴയൊക്കെ അല്ലേ, ഇപ്പോൾ വൈകുന്നേരം നല്ല ചൂടുള്ള ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞെടുത്തുന്ന അടുത്താണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി നമ്മളിതാ അപ്പങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് സിയു കല്ലുമ്മക്കായ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നിൽക്കുമ്പോഴത്തേക്ക് വേറെ ആൾ വന്നിട്ട് പ്ലേറ്റ് മൊത്തം കൊണ്ടുപോയിട്ടോ. അവർ കുറേ ആൾക്കാരുണ്ടായി. അപ്പോൾ ആ പ്ലേറ്റ് അവർ ഫുള്ള് എടുത്ത് എനിക്ക് ഭയങ്കര വിഷമമായി കല്ലുമ്മക്കായ കിട്ടായിട്ടാ. എനിക്ക് വാങ്ങണമെന്നുണ്ടായിന്, പക്ഷെ തീർന്നു പോയി. അപ്പോൾ നമ്മളിതാ പുഴയുടെ കരക്ക് ടേബിൾ ചെയറും ഉണ്ടായിന്. അപ്പോൾ അവിടെ ഇരിക്കാൻ ചെയ്താൽ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ട് എന്തെല്ലാമെന്ന് വെച്ചാൽ ഒരു ബർഗർ, 2 സമൂസ, 3 കട്ട്ലറ്റ്, 3 ബ്രെഡ് പോക്കറ്റ് ഷവർമയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷെൻജുക്കുട്ടി ഒന്നും കഴിച്ചിട്ടില്ല. ഷെൻജു പരക്കുന്ന എന്താ പറയുക, ചോറ് കഴിച്ചിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പോൾ ചോറ് ലേറ്റ് ആയിട്ടാണ് കഴിക്കൽ, കാരണം രാവിലെ എണീക്കാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് ചോറ് ലേറ്റ് ആയിട്ട് കഴിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഓള് അപ്പങ്ങളൊന്നും തിന്നില്ല. ഞാൻ പിന്നെ അധികം നിർബന്ധിച്ചില്ല, വേണമെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇതാ ഓരോന്ന് കഴിക്കുകയാണ്. ചായയും സിയു ഒരു ഹോർലിക്സാണ് പറഞ്ഞത് കേട്ടോ. ഷെൻജു ചായ കുടിച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് കഴിക്കാനുള്ളത്. ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, പുഴയാണ് കാണുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്താ ഗൈസ് പറയേണ്ടത്? നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്നു, മെല്ലെ ആസ്വദിച്ച് കഴിച്ചു. ഇതാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഓക്കെ, നമുക്ക് ഷവർമ പൊതുവെ ബ്രെഡിൻ്റെ ഷവർമ അപ്പം ഇഷ്ടമാണ്, അതുകൊണ്ട് നല്ല ഉണ്ടായിട്ടുണ്ടായിന്, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് ഓരോ അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വീഡിയോ കാണുക കേട്ടോ. അത് ബർഗർ തോന്നും. സാൻഡ്വിച്ച് ആയിരിക്കും. പിന്നെ നമ്മൾ അപ്പം മിക്സ് വാങ്ങിയിട്ടാ. ബീഫും അപ്പമാണ്. അപ്പം എന്താണെന്ന് അറിയില്ല, ബീഫാണ് അതിൻ്റെ കൂടെ. ടേസ്റ്റ് ഉണ്ടായിന്, പക്ഷെ നമ്മൾ ആദ്യം അതൊക്കെ കഴിച്ചുകൊണ്ട് വേറെ നിറഞ്ഞുകൊണ്ട് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് വിശന്നിട്ട് ഒരു സാധനം കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ഓൾറെഡി ബാക്കിയെല്ലാം കഴിച്ചിട്ട് കഴിക്കുമ്പോൾ അതൊരു ഇതുണ്ടായിട്ടാ. ഇത് ബീഫല്ലേ? എന്തപ്പം ഇത്? കഴുത്തപ്പം എന്തോ എന്തിനായിരുന്നു എടുക്കുന്നത്? പറഞ്ഞു തരാനല്ലോ. ഇത് തട്ടമോക്കപ്പം നോക്കിയ ബീഫ് കഴുത്തപ്പന്നെ ചെറുങ്ങനെ കുറിച്ചിട്ട് അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇപ്പോൾ നമ്മൾ പ്ലേ ഗ്രൗണ്ടിലാണ് കേട്ടോ. ഷെൻസ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരാളെ കണ്ടു, സീരിയൽ ആക്ടറായ
അമൃത എസ് ഗണേഷ് എന്ന് പറഞ്ഞ ഒരു നടിയെ കണ്ടിട്ടാ. അപ്പം അവരോട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്, വീഡിയോസൊന്നും എടുത്തില്ല. അവരതിന് ചായ എടുക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. അത് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ അവരുടെ സ്റ്റാറ്റസിൽ അവരൊക്കെ കാണില്ല അവരുടെ കൂടെ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് ഇപ്പോൾ ഇവിടുന്ന് കണ്ടു. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വീഡിയോ എടുക്കാം. വീഡിയോ എടുക്കാമെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോ. ഓക്കെ, പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെൻജു ഇവിടുന്ന് കളിക്കുന്നുണ്ട്. അത് നല്ല കുഞ്ഞിൻ്റെ ആണ് ചോക്ലേറ്റ്. ഹായ് പറയൂ. സോറി ഗൈസ്, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഒരു വീഡിയോയിൽ നിൽക്കില്ലല്ലോ, എന്താണെന്നറിയില്ല. ഓക്കെ, പിന്നെന്താണ്, എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഷെൻജുക കുറേ ടൈമായി കളിക്കുക. നമ്മളിപ്പോൾ പരത്തേക്ക് പോകുന്നതായിരിക്കും. പിന്നെ അതൊരു കുഞ്ഞു വ്ളോഗായിരിക്കും. എന്തുണ്ടാവും എന്നറിയില്ല. എനിക്കിനി എന്താ പറയുക, എൻ്റെ സ്റ്റിക്കർ എടുക്കാൻ പോകണം, പ്രിൻ്റ് എടുക്കാൻ പോകാനുണ്ട്. അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണം. പിന്നെ അതുപോലെ സ്റ്റിക്കർ 2-3 കൊടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. പ്രിന്റ് എടുക്കണ്ടേ? അങ്ങനെ നെയിം സ്ലിപ്പ് പ്രിൻ്റൊക്കെ എടുത്ത്. പിന്നെ ഇന്ന് പ്ലസ് വൺ റിസൾട്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയന് പ്ലസ് 1-ലാണ്. അപ്പോൾ അവന് റിസൾട്ട് വന്നു. മാഷാ അൽഹംദുലില്ലാ, നല്ല മാർക്ക് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമില്ലാത്ത മാർക്കായിരുന്നു. അപ്പോൾ അങ്ങനെ ഓന് വേണ്ടിയിട്ട് ഉമ്മ ഒരു കേക്ക് വാങ്ങാൻ നമ്മൾ കയറിയിട്ടാണ്. പിന്നെ അന്ന് ഉപ്പാൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങിയ അതേ ഷോപ്പിൽ തന്നെയാണ്. ഓക്കെ, അപ്പം അതിൽ കൺഗ്രാറ്റ്സ് സിനൊന്ന് എഴുതിയിട്ട് നമ്മൾ വാങ്ങാണ്. ഓക്കെ, അങ്ങനെ പെറുക്കെത്തി. ക്യാപ്പിലൊക്കെ പോയി പെറുക്കെത്തി. പിന്നെ രണ്ടിടത്ത് സ്ലിപ്പ് കൊടുക്കാണ്ടായി, നെയിം സ്ലിപ്പ്. ഇതിപ്പം ഇന്നലെ വന്നിട്ടുണ്ടായ ഓർഡറാണ് കേട്ടോ. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായ ഓർഡർ നമുക്ക് പാക്കൊക്കെ ചെയ്യാൻ അവർക്ക് ഇന്ന് അയക്കേണ്ടതായിരുന്നു. പക്ഷെ അവർ വീണ്ടും വേറെ കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ആഡാക്കിയിട്ട് വേണം അവർക്ക് നാളെ അയക്കാൻ വേണ്ടിയിട്ട്, പുറത്തേക്ക് അയക്കാൻ കേട്ടോ. ഇത് നമ്മളിവിടെ അടുത്തുള്ളവർക്ക് വേണ്ടി തന്നെ കേട്ടോ. ഇനിയും ഓർഡർ വന്ന് കിടക്കുന്നുണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അത്ര. ഓക്കെ, അപ്പം ഞാനിതിൻ്റെ 2 വീഡിയോ ഓൾറെഡി ഇട്ടത് കൊണ്ടാണ് പിന്നെ വീണ്ടും ഇടാത്തത്. കാലത്ത് ഞാൻ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോസ് ഞാൻ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഷീറ്റിൽ വാങ്ങിച്ചുള്ളത് കണ്ടില്ലേ, 2 ആളുടെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് 15 എണ്ണം വേണ്ടതെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ തന്നെ ആരെങ്കിലും സിസ്റ്ററിൻ്റെയോ ബ്രദറിൻ്റെയോ ആരെങ്കിലും മക്കളുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കൊരു 10 എണ്ണം മതിയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പകുതി മതിയെങ്കിൽ 25 വരുന്ന ഷീറ്റിൽ തന്നെ 2 പേർക്കും അടിക്കാം. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയും ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ ഒരു ഷീറ്റിൽ നിങ്ങൾക്ക് 2 പേരത് അങ്ങനെ മിക്സായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇനി പറഞ്ഞു കൊടുക്കാമെന്ന് അറിയില്ല. സിനുവിന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഉമ്മ. പ്ലസ് 1 റിസൾട്ട് വന്നുകൊണ്ട് മാഷാഅല്ലാഹ് കുഴപ്പമില്ലാത്ത നല്ല മാർക്കുണ്ട്. അപ്പം കേക്ക് മുറിക്കുന്നത് ഞാൻ എടുക്കുമെന്ന് അറിയില്ല. അതില്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും എൻ്റെ വൈൻഡപ്പ്. ഞാനിപ്പം രാത്രി കറി ഉണ്ടാക്കാൻ പോകുന്നു, മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നു. 10 വിടാൻ പോകുന്നു. അതേപോലെ ഉള്ളിൽ നിന്നൊക്കെ ഇടയ്ക്ക് മുറിച്ചിട്ടുണ്ട്. പാത്രം വെച്ചിട്ടുണ്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇതായിരിക്കും വൈൻഡപ്പ്. ഇപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് കൊടുക്കും, ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ആഡ് ചെയ്യും. അപ്പം ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ.